ഇന്ന് വന്നിട്ട് സെപ്റ്റംബർ 7 നമ്മളോട് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആവാൻ പറഞ്ഞേക്കുന്ന ഡേ ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ഒരു 10 o'clock നമ്മളോട് വന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇന്ന് കുറച്ച് പേടിയും ലാസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ ചെറിയൊരു റൈഡും കുറച്ച് ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണേ. അപ്പോൾ ഓൾ സൈറ്റ് ചെന്നപ്പോൾ തന്നെ റൂമും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയ്യിൽ വേഗം ഒരു ടാഗും കൂടെ കിട്ടി. ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് നോർമലായിട്ട് വരുവാണെങ്കിൽ വരട്ടെ, ഇന്നത്തെ ഒരു ഡേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ബാവയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവയാണ് എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണായിട്ട്. അങ്ങനെ ഡേ 2 ആയി. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ പെയിനും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കാം, എന്നിട്ട് പെയിൻ നമുക്ക് കുഞ്ഞൊരു ടാബ്ലറ്റും കൂടെ തന്നിട്ടോ പെയിൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പെയിൻ കൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നായിരിക്കും ബേബി വന്നതെന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസവും ചതിച്ചു ഗൈസ്. ഇന്നും പെയിൻ ടാബ്ലറ്റ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തോന്നിയെങ്കിലും പിന്നെ പെയിനും കാര്യങ്ങളൊക്കെ പോയിട്ടാ. പിന്നെ ഡോക്ടറോട് വന്നപ്പോൾ നല്ലോണം റെസ്റ്റൊക്കെ എടുത്തോ, നല്ല എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്തിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് വന്ന് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഡേ 3 മോർണിംഗ് തന്നെ നമ്മളോട് ലേബർ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ ചെന്ന് എനിക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടോ. അപ്പോൾ ഇനി എന്തായാലും പെയിൻ വരും, അപ്പോൾ നല്ലപോലെ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പതിയെ ഉച്ചയൊക്കെ അടുക്കാറായപ്പോൾ നമ്മൾ ലേബർ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തേറ്റാ നേരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ആൾ വരണ സ്ഥലം കേട്ടോ. അപ്പോൾ കുഞ്ഞു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അതൊക്കെ ചെയ്ത് പറയാതിരിക്കാൻ വയ്യ. ത്രൂ ഔട്ട് ഈ ഒരു പ്രഗ്നൻസിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇത്രയും സപ്പോർട്ടീവായിട്ട് ഇത്രയും കൂളായിട്ട്, കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചേട്ടൻ കൂടി ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഹാപ്പി ആയിട്ട് ഇന്നത്. ലാസ്റ്റ് ആ ഡോക്ടറും കൂടെ പറഞ്ഞിട്ട് പതിയെ എൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി, പെയിനും കാര്യങ്ങളൊക്കെ കൂടി വന്നു. ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. ഒരു ഉച്ചയ്ക്ക് 1:30 തൊട്ട് പെയിൻ സഹിച്ച് ഞാൻ ഒരു 9:30 ആയപ്പോഴാണ് കേട്ടോ വാവ വന്നത് നൈറ്റ്. അത്രയും നേരം ഭയങ്കര കോംപ്ലിക്കേഷൻസ്. എൻ്റെ ചുറ്റിനും ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ്. അവരൊക്കെ നിന്നതും എന്നെ സപ്പോർട്ട് ചെയ്തതൊക്കെ പറയാൻ പറ്റില്ല, വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി പോലെയല്ല സെക്കൻഡ് ഡെലിവറി, എല്ലാ ഡെലിവറിയും ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയുന്ന പോലെ അതേട്ടോ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. ബട്ട് ലാസ്റ്റ് നമ്മൾ സെക്ഷന് വരെ പോകാൻ വേണ്ടി നിന്നിട്ട് എമർജൻസി ആയിട്ട് ആൾ പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ടോ. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഈഫയും കാര്യങ്ങളും എല്ലാവരും ഹാപ്പി ആയിട്ട് വാവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നൈറ്റായി എന്നാലും ഈഫ വാവനെ കാണാണ്ട് ഉറങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, ഈ ഒരു ഡെലിവറിയിൽ എനിക്ക് ഒറ്റ കാര്യം ആവശ്യമുണ്ടായാലും എൻ്റെ കൂടെ ചേട്ടൻ ഉണ്ടാവണം ഡെലിവറി ടൈമിൽ എന്നുള്ളത്. അതെന്തായാലും നടന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞാനും ബാവയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. 3 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഡിസ്ചാർജ് ആയി പോകുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് വീഡിയോ എടുക്കണമെന്ന് ഓർത്തെടുത്താൽ കുഞ്ഞു ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഇടുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ഞാൻ നല്ലപോലെ എനിക്ക് ഡെലിവറി സ്റ്റോറി പറഞ്ഞിടണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വഴിയേ പറയാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഷോർട്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനും ഭാവിയൊക്കെ സേഫായിട്ടിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.